പശ്ചിമഘട്ടത്തിന്റെ മഞ്ഞു മൂടിയ മലനിരകളുടെ നടുവിൽ പ്രകൃതിയുടെ മനോഹാരിത നിറഞ്ഞ ഒരു സ്വർഗം. അതാണ് വാൽപ്പാറ. ചായത്തോട്ടങ്ങൾ, മൂടൽ മഞ്ഞ്, വളവുകൾ നിറഞ്ഞ റോഡുകൾ. ഓരോ കാഴ്ചയും ഒരു സിനിമ പോലെ അനുഭവപ്പെടും. യാത്രയിൽ നമ്മൾ കാണാൻ പോകുന്നത് വാൽപ്പാറയുടെ യഥാർത്ഥ സൗന്ദര്യവും അവിടുത്തെ ശാന്തമായ ജീവിതവുമാണ്. എങ്കിൽ വീഡിയോ മുഴുവൻ കണ്ട് കൂടെ കൊടുക്കുള്ളൂ. ഇറ്റ്സ് മീ റിയാദ് അലിയൻസ്. വെൽക്കം ടു ഏഴാം സ്വർഗം എന്ന വാൽപ്പാറയിലേക്ക്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു മഴ കൂടി വന്നപ്പോൾ ആ തേയിലത്തോട്ടങ്ങളുടെ ആ ഭംഗി കുറച്ചുകൂടി എടുത്ത് കാണപ്പെട്ടു കേട്ടോ. പിന്നെ ബാക്ക് ഡ്രോപ്പിൽ ആ ഒരു വീടുകളും മലകളും ഒക്കെ കൂടി ആയപ്പം അതിഗംഭീര ഒരു വ്യൂ ആയിരുന്നു കേട്ടോ. കഴിഞ്ഞ എൻ്റെ വീഡിയോസുകൾ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ എൻ്റെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിരപ്പള്ളി മലക്കപ്പാറ വഴിയാണ് കേട്ടോ. അത് ഏകദേശം ഒരു 6 മണിക്കാണ് ഞാൻ എൻ്റെ റൈഡ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഏകദേശം ഒരു 9:30 ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് ഡ്രൈവ് ചെയ്ത് വന്നിരുന്നത്. ഈ ഒരു ലൊക്കേഷൻ എത്തിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിന്നു. കാരണം ഇവിടെ നിന്ന് കാണുന്ന ഒരു ഭംഗി, ആ ഒരു ലയങ്ങളുടെയൊക്കെ ഒരു കാഴ്ചകൾ, അത് നമുക്ക് എടുത്ത് പറയത്തക്ക രീതിയിൽ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഒരു അന്തരീക്ഷം അത്യാവശ്യം നല്ല ശാന്തമായിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചെറുതായിട്ട് മഴയൊക്കെ ചെയ്തപ്പോഴത്തേക്കും ആ ബാക്ക് ഡ്രോപ്പിൽ കാണുന്ന മലകളൊക്കെ പൂർണ്ണമായിട്ടും മഞ്ഞ് കൊണ്ട് മൂടിപ്പെട്ടോ. ഞാൻ വന്നപ്പോഴത്തേക്കും ആ മലകളൊക്കെ എനിക്ക് ശരിക്കും ക്ലിയറായിട്ട് കാണാമായിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും മഞ്ഞൊക്കെ പെയ്ത് ആ മൂടൽ മഞ്ഞ് കാരണം കൊണ്ട് നമുക്ക് മലകളൊന്നും കാണാത്ത വിധം ഫുള്ളത് മൂടിപ്പോയിരുന്നു. പിന്നെ ആ ഒരു സമയത്ത് മഴകളൊക്കെ പെയ്ത് ഇലകളൊക്കെ മഴത്തുള്ളിലൊക്കെ ആയിട്ട് നനഞ്ഞിരിക്കുമ്പോൾ കാണുന്നൊരു ഭംഗി ഭയങ്കര രസമായിരുന്നു കേട്ടോ. തേയില ചെടിക്ക് നല്ലപോലെ കാഴ്ച നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൂടാതെ അങ്ങേയായിട്ട് കുറച്ച് പൂക്കളുണ്ടായിരുന്നു. എനിക്ക് ഇതൊരു പുതിയൊരു കാഴ്ചയായിരുന്നു കേട്ടോ. ഞാൻ നിൽക്കുന്ന ആ ലൊക്കേഷനിൽ നിന്ന് കുറച്ച് മുകളിലേക്ക് പോവുകയായിരുന്നെങ്കിൽ ഒരു ബംഗ്ലാവ് കാണാമായിരുന്നു കേട്ടോ, ടി എസ്റ്റേറ്റ് ബംഗ്ലാവ്. അത് അവിടെ കുറച്ച് പേരൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അവിടേക്ക് കയറി പോയില്ല. പക്ഷെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഒരു വണ്ടി അവിടെ ആളുകൾ പോയി വരുന്നത് ഞാൻ കണ്ടിരുന്നു. ഈ വഴിയല്ല കേട്ടോ, അത് വണ്ടി പോകുന്ന റൂട്ടാണ്. ഞാൻ ജസ്റ്റ് അത് കഴിഞ്ഞൊരു ലൊക്കേഷനിൽ ജസ്റ്റ് ഇന്ന് മുകളിലേക്ക് കയറി നോക്കിയാണ് കേട്ടോ. ഇതേതോ ലയങ്ങളിലേക്ക് പോകാനുള്ള വഴിയാണെന്നാണ് തോന്നുന്നത് കേട്ടോ. ആരോ ഒരാളെ കയറി പോകുന്നത് ഞാൻ കണ്ടിരുന്നു. ഞാൻ അത് വെച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയത്. ഒരു പരസ്യത്തിൽ പറയുന്നുണ്ടല്ലോ, ഉയരം കൂടുതലും ചായയുടെ ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അവിടെ ചായ കുടിക്കുമല്ല, പക്ഷേ ഞാൻ ഈ ഉയരം കയറും തോറും എനിക്ക് കാണുന്ന ഒരു വിഷ്വൽസ്, അതിൻ്റെ ഭംഗി കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ വഴിയെ വരുന്നവർ ശ്രദ്ധിക്കുക. ബൈക്കിലൊക്കെയാണ് നമുക്ക് കുഴപ്പമില്ല, കാറിലൊക്കെയാണ് നമ്മൾ വരുന്നതെങ്കിൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ എപ്പോഴും സ്ഥലം ഉണ്ടാവണമെന്നില്ല കേട്ടോ. അതുകൂടാതെ തന്നെ കുറേ വളവും തിരിവൊക്കെ ആയതുകൊണ്ട് നമ്മൾ മുമ്പിൽ നിന്ന് വരുന്ന വണ്ടികൾ, പ്രത്യേകിച്ച് ബസ് പോലെയൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് സൈഡ് കൊടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ ഈ ഒരു ലൊക്കേഷനിൽ ചെറിയൊരു സ്പോട്ട് പാർക്ക് വണ്ടി ഇടാൻ പറ്റുന്നൊരു സ്ഥലം പോലെ തോന്നിയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇട്ടത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ക്രോസ് ചെയ്ത് പോകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് വലിയ ബസ്സുകളൊക്കെ വരുന്ന സമയത്ത് ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരും കേട്ടോ. ഞാനവിടെ വണ്ടി നിൽക്കുന്ന സമയത്ത് ഒരു ബസ് പോകുന്നൊരു കാഴ്ച അതൊന്ന് കണ്ടു നോക്കുള്ളൂ.
വാൽപ്പാറ ടൗണിലേക്കോ മറ്റോ പോകുന്ന ബസ്സാണെന്ന് തോന്നുന്നു. ഈ ഒരു റൂട്ടിൽ ഇടയ്ക്ക് ഇങ്ങനെ ബസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊക്കെ കാണുന്ന കാഴ്ചകൾ അടിപൊളിയായിരിക്കും. ഇത് ഫുള്ള് ഒരു കുറച്ച് കിലോമീറ്ററോളം ഈ തേയിലത്തോട്ടങ്ങൾ തന്നെയാണ് കേട്ടോ. അത് ആ വാൽപ്പാറ ടൗണിൽ എത്തുന്നവരെ ഏതൊരു ലൊക്കേഷൻ നിന്നും നമ്മളൊരു വീഡിയോ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ തന്നെ ഭയങ്കരമായിട്ടും പീസ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് ഫോട്ടോസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഒക്കെ നോക്ക് ആ ദൂരെ കാണുന്ന മലകളിൽ അവിടെ ഇപ്പോൾ ഈ ചെറിയ ചാറ്റൽ മഴ കൂടെ പെയ്തപ്പോഴത്തേക്കും അതൊരു ഭംഗിയുണ്ടോ, ആ കാർമേഘങ്ങളും അതെല്ലാമായിട്ട്. അവിടെ വേറൊന്നും ശല്യപ്പെടുത്താൻ തന്നെ ഒന്നുമില്ല കേട്ടോ, വീടുകളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഫുള്ള് കണ്ടിന്യൂസ് ആയിട്ട് പച്ചപ്പ് തന്നെ. അതുപോലെ എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു കാഴ്ചയായിരുന്നു കേട്ടോ, ഈ തേയിലത്തോട്ടങ്ങൾക്ക് മരുന്ന് സ്പ്രേ ചെയ്യുന്ന ഒരു കാഴ്ച. ഞാൻ ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത് അത് ഈ ടീ ലീഫിനെല്ലാം വരുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ട് കേട്ടോ, അതിന് ചെയ്യുന്ന ഒരു സ്പ്രേ ആണ്. അതൊരു കോപ്പർ ഓക്സിക്ലോറൈഡ് എന്ന് പറയുന്നൊരു മെഡിസിനാണ് അവർ യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഈ ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് പാച്ചസ് ഈ ലീഫിലെല്ലാം വരുന്നതാണ് ഇതിൻ്റെ ഒരു ലക്ഷണമായിട്ട് കാണുന്നത്. ആളെന്ന് പറഞ്ഞു തന്ന മെഡിസിൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഓർത്തെടുത്ത് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. ഇൻ കേസ് അതിൽ മാറ്റങ്ങളോ തെറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് എനിക്കറിയില്ല. ഇൻ കേസ് നിങ്ങളിത് ടീ പ്ലാനിൽ വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഇതിൻ്റെ മെഡിസിനെ കുറിച്ച് അറിയുന്നവരോ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. ഇൻ കേസ് അതിൽ ഞാൻ പറഞ്ഞതിൽ തെറ്റോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇതുപോലുള്ള തോട്ടങ്ങളിലൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്നൊരു വലിയൊരു ശല്യമാണ് കേട്ടോ ഈ അട്ടയുടെ ശല്യങ്ങൾ. അപ്പം അവരതിൻ്റെ മെഷേഴ്സ് എന്ന രീതിയിൽ വലിയ ഷൂസൊക്കെ അവരിട്ടിട്ടുണ്ടായിരുന്നു. ഞാനൊരു ക്രോക്സ് ഇട്ടിട്ടാണ് പോയിരുന്നത്. എനിക്ക് നല്ലൊരു കടിയും കിട്ടി. പക്ഷേ ഞാൻ ആക്ച്വലി ഈ കടി കിട്ടുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല. കാലിൽ നിന്ന് ചോരയൊക്കെ പോയി എൻ്റെ ക്രോക്സ് ഒന്ന് വഴുവഴുപ്പ് തോന്നിയപ്പോഴാണ് ഞാൻ അടുത്ത് നോക്കിയപ്പോഴാണ് ഒരു ആശാൻ അവിടെ കടിച്ച് പിടിച്ച് ഇട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലഡ് കുടിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോസ് എടുക്കണമെന്ന പ്ലാനിൽ തന്നെയായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം വീഡിയോസ് എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഫോണിൽ ചാർജ് അധികം നിൽക്കുന്നുണ്ടായിരുന്നില്ല, നല്ല പോലെ ഡ്രെയിൻ ആയി പോകുന്നുണ്ടായിരുന്നു. എൻ്റെ പവർ ബാങ്കിൽ ചാർജും യൂസ് ചെയ്തുകൊണ്ടാണ് ഇതിലുള്ള വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം കുറച്ചെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ചാർജ് ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. നമ്മൾ മലക്കപ്പാറയിൽ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ ഹൈവേ പോവുകയാണെങ്കിൽ ഷോലർ ഡാമിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. നമ്മൾ എടുക്കുന്നത് റൈറ്റ് സൈഡിലേക്കുള്ള റൂട്ട് വഴിയാണ് കേട്ടോ. പിന്നെ ആ റൂട്ടിലൂടെ പോകുമ്പോൾ ഞാൻ എടുക്കുന്ന ടേണുകളുടെ പ്രധാനപ്പെട്ട വീഡിയോസ് മാത്രമേ ഞാനത് ക്യാപ്ചർ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ വാൽപ്പാറ സെൻറ്ററിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് നേരെ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് ചിന്നക്കല്ലാർ നിരാർ ഡാമിലേക്ക് പോകുന്ന റൂട്ടാണ് കേട്ടോ. ഞാൻ അവിടെ എത്തിയപ്പം അത്യാവശ്യം അന്തരീക്ഷം ശാന്തമായിരുന്നു. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു ഹെവി റെയിനിങ് ആയിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഫോണൊന്ന് ചാർജ് ചെയ്യണമായിരുന്നു. ആ ഒരു ഉദ്ദേശത്തിൽ കൂടി തന്നെ ഞാൻ അടുത്ത് കണ്ട ഒരു ചായക്കടയിൽ കയറി ചായ കുടിക്കാൻ കയറി. ഫോണൊക്കെ അവിടെ നിന്ന് ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ നിന്ന് കണ്ട ഒരു വ്യൂ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പ്രത്യേകിച്ച് മൺസൂൺ സമയത്തായിരുന്നു പോയിരുന്നതുകൊണ്ട് ഭയങ്കര പച്ചപ്പായിരുന്നു. പിന്നെ ഈ ഒരു ഭംഗിയൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്ക് വളരെയധികം ഒരു റിലാക്സ് ഫീൽ ചെയ്യുന്ന രീതിയിലായിരുന്നു അവിടുത്തെ ഫുള്ള് പച്ചപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഫീല് തന്നിരുന്നത്. മഴയൊന്ന് ശാന്തമാവുന്നത് വരെയും ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഫോണിൽ ചാർജ് കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോസ് എടുക്കുന്നത്. അതുകൊണ്ട് മഴ ഇതിനകത്ത് ക്യാപ്ചർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഈ ഭംഗി ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ ഒരു മഴ
ആ ഒരു വിഷ്വലും കൂടി നിങ്ങളൊന്ന് മൈൻഡിൽ സെറ്റ് ചെയ്ത് നോക്കി. അപ്പോൾ എങ്ങനെയായിരിക്കും ഇവിടുത്തെ ഒരു ഫീൽ ഉണ്ടാവുക. പിന്നെ ഇവിടുത്തെ വീടുകളൊക്കെ അത്യാവശ്യം നല്ല കളർഫുൾ ആയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഗ്രീനറിയുടെ ആ ബാക്ക്ഗ്രൗണ്ടിൽ അവർ ആ വീടുകൾ കളർഫുള്ളായിട്ട് കാണുമ്പം നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടോ. പക്ഷേ ഈ മൂടൽമഞ്ഞായിരിക്കുന്നത് കൊണ്ട് കാർമേഘങ്ങളൊക്കെ വളരെയധികം കറുത്തിരണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ആ ഒരു മേഘത്തിൻ്റെ ആ ഒരു കളറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ, റിഫ്ലക്ഷൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെ. എന്നിരുന്നാലും അവിടെ നിന്ന് കാണുമ്പോൾ ആ കെട്ടിടങ്ങളുടെയൊക്കെ ഒരു ഭംഗി അത് എടുത്തു പറയത്തക്ക രീതിയിലായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. എല്ലാം വളരെയധികം വ്യത്യസ്തമായ കളർഫുള്ളിലായിരുന്നു അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അവിടുന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് മാർക്കറ്റ്. ഇത് മാർക്കറ്റിൻ്റെ ആ ഒരു തുടക്കവശം മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയൊരു മാർക്കറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ കയറി ഒരു പൊറോട്ടയും മുട്ടക്കറിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിലായിരുന്നു. ആക്ച്വലി ഇന്നത്തെ പ്ലാനിൽ ഞാനിവിടെ സ്റ്റേ എന്നുള്ള രീതിയിൽ എനിക്കില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടുത്തെ ഒരു ഭംഗിയും അറ്റ്മോസ്ഫിയറും എല്ലാം കണ്ടപ്പോഴത്തേക്കും ഒന്ന് സ്റ്റേ ചെയ്ത് കുറച്ചും കൂടിയും ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൂടാതെ ഇന്ന് തന്നെ തിരിച്ചു പോകുമ്പോൾ അതിൻ്റെതായ ഒരു ടയർഡ്നെസ് ഉണ്ടാവും. പിന്നെ നമ്മൾ കാട് രാത്രി 6 മണിക്ക് പോകുമ്പോൾ തിരിച്ച് റിട്ടേൺ കയറേണ്ടതുണ്ടല്ലോ. ആ ഒരു ഉദ്ദേശത്തായതുകൊണ്ട് അന്ന് ഒരു സ്റ്റേ എടുക്കാമെന്ന് ചോദിച്ചു. അന്ന് എനിക്ക് കിട്ടിയൊരു സ്റ്റേ ആണിത്. നമുക്കവിടെ ഒരുപാട് സ്റ്റേസ് കിട്ടും കേട്ടോ. നമുക്ക് ഹോം സ്റ്റേ ആയിട്ടും അല്ലെങ്കിൽ ഹോട്ടൽസ് ആയിട്ടും ലോഡ്ജിലൊക്കെ ആയിട്ട് ഒരുപാട് ഇത് കിട്ടുന്നുണ്ടാവും. എനിക്ക് കിട്ടിയിരുന്ന സ്റ്റേ ഇതാണ്. ഇതിൻ്റെ വിശേഷങ്ങൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കൂടാതെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളും രേഖപ്പെടുത്താൻ മറക്കണ്ട. അത് ഞങ്ങൾക്കൊരു പ്രചോദനമായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. വെയിറ്റ് ഫോർ ദി നെക്സ്റ്റ് വീഡിയോ.